ആളുകൾ ആ ചിത്രം ഒന്ന് കാണേണ്ടത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ തമിഴ്നാട്ടിലെ സ്റ്റാലിന്റെ മാതൃകയാണ് ഈ യുപിയിലെ ഇന്ത്യ സഖ്യത്തിന് അഖിലേഷ് യാദവിന് മുന്നിൽ വന്ന ചർച്ചയ്ക്ക് വന്നൊരു വിഷയം എന്ന് പറയുന്നു. എന്നുവെച്ചാൽ സ്റ്റാലിൻ എന്താണ് ചെയ്യുന്നത്? സ്റ്റാലിന്റെ ആത്യന്തികമായ ലക്ഷ്യം തമിഴ്നാട്ടിലെ നിയമസഭയിൽ അധികാരം നിലനിർത്തുക എന്നുള്ളതാണ്. ലോക്സഭയിലേക്ക് വരുമ്പോൾ അദ്ദേഹം വിശാലമായി മനസ്കരായിക്കൊണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റിന്റെ എണ്ണം കുറച്ചാണ് മത്സരിച്ചിട്ട് എല്ലായിടത്തും ജയിച്ചു. ഇതിൽ കൂടുതൽ ഇനിൽ ഇത്രയും സീറ്റുകളൊന്നും CPM-നും CPI-ക്കും എല്ലാം ഇത്രയും സീറ്റുകൾ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് മേടിക്കേണ്ട അവസ്ഥയായിരുന്നു. പക്ഷെ അതല്ല, എല്ലാ ഘടകകക്ഷികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഒരു സീറ്റ് പോലും നഷ്ടപ്പെട്ടതെന്നുള്ളൊരു വാശിയിൽ സ്റ്റാലിൻ മത്സരിച്ച് തന്നെയാണ് കഴിഞ്ഞ 39 ഇത്തവണയും ആ ഒരു വലിയ ഫിഗറിലേക്ക് തമിഴ്നാട് ഇടതുകക്ഷികൾക്കും അവിടെ ഒരു 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 ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് അവിടെ കേരളത്തെക്കാൾ കൂടുതൽ സീറ്റ് അവിടെ കിട്ടി. കോൺഗ്രസിനും ആശ്വാസം, കന്യാകുമാരിയിലും ഒക്കെ അവർക്ക് ആ വിജയം നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ കോയമ്പത്തൂരിൽ സ്റ്റാലിൻ നേരത്തെ ആ കാര്യം മനസ്സിലാക്കി വലിയ ത്യാഗം ചെയ്താണ് CPM-ന് മറ്റ് സീറ്റ് മാറ്റിക്കൊടുത്തത്. അല്ലെങ്കിൽ കോയമ്പത്തൂർ ഒരുപക്ഷെ മത്സരിച്ചാൽ ചിലപ്പോൾ കുറച്ചും കൂടി ടൈറ്റർ ഫൈറ്റിലേക്ക് അവർ വന്നേക്കും എന്നൊക്കെയുള്ള സീറ്റ് എടുക്കുമ്പോൾ അവർക്ക് ഒരു സേഫ് സീറ്റാണ്, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച സീറ്റാണ്. മാത്രമല്ല അതിനകത്ത് ADMK-യുടെയും BJP-യുടെ ഒരു ശക്തി കേന്ദ്രമാണ്. പരമ്പരാഗതമായി DMK-ക്ക് സ്വാധീനം കുറവുള്ള മേഖലയാണ്. അവിടേക്ക് കടന്നു കയറുക എന്ന ലക്ഷ്യം കൂടി ആ സീറ്റ് വെച്ച് മാറുന്നതിന് പിന്നിൽ DMK-ക്ക് അത്തരം നീക്കം കൂടി ഉണ്ടായിരുന്നു കോയമ്പത്തൂരിൽ. ADMK മാത്രമല്ല അവിടെ പഴയ നമ്മുടെ CP രാധാകൃഷ്ണൻ ഒരു തവണ BJP കാൻഡിഡേറ്റായി ജയിച്ചിട്ടുള്ളതാണ്. പിന്നെ അദ്ദേഹം ഇപ്പോൾ ഗവർണറായി അവിടെ പോവുകയും ചെയ്തു. ഏതായാലും ഇപ്പോഴത്തെ ഓരോ പാർട്ടിയുടെ സീറ്റ് നിലയും കൂടെ ഇന്ത്യ സഖ്യം തന്നെയാണ് 39 സീറ്റുകളും വിജയിച്ചിരിക്കുന്നത്. DMK എല്ലാ സീറ്റുകളും വിജയിച്ചു, പക്ഷേ അവർ മത്സരിച്ച സീറ്റുകളുടെ എണ്ണം കുറവാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ തവണ ചെറു പാർട്ടികൾ കൂടുതലായി DMK ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നു. അതായത് സ്ഥാനാർത്ഥികൾ ചെറു പാർട്ടികളിൽ നിന്നാണെങ്കിലും ചിഹ്നം DMK എന്നാണ്. ഇത്തവണ പക്ഷേ ഒറ്റ സീറ്റിലോ മറ്റുമാണ് അത്തരം മത്സരം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തവണ കോൺഗ്രസ് ആണ് ഒരു സീറ്റ് ആ മുന്നണിയുടെ ഭാഗമായി നഷ്ടപ്പെടുത്തിയത്. അത് തേനി മണ്ഡലമായിരുന്നു. പക്ഷേ കോൺഗ്രസ് നൽകിയ 9 സീറ്റിലും വിജയിക്കുന്നു. CPI 2 സീറ്റുകളും നിലനിർത്തുന്നു. CPM 2 സീറ്റുകളും വിജയിക്കുന്നു. തോൾ തിരുമാളവന്റെ VCA-ക്ക് 2 സീറ്റിലും വിജയിക്കുന്നു. മുസ്ലിം ലീഗ് രാമനാഥപുരത്ത് വിജയിക്കുന്നു. MDMK 1 സീറ്റിൽ വിജയിക്കുന്നു. അങ്ങനെ ഒരു ക്ലീൻ സ്വീപ്പ് ഏതായാലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായ ഒറ്റ സീറ്റ് പോയി, പക്ഷേ ഇത്തവണ അതുകൂടി പിടിച്ചെടുത്തുകൊണ്ട് ഒരു തിളക്കമാർന്ന വിജയം അവിടെ എനിക്ക് തോന്നുന്നു സമ്പൂർണ്ണ വിജയം എന്ന് പറയാൻ, ഒരു മുന്നണിക്ക് സമ്പൂർണ്ണ വിജയം എന്ന് പറയാൻ ഇന്ത്യ മുന്നണിക്ക് തമിഴ്നാട് മാത്രമായിരിക്കും അല്ലേ? അതെ, തമിഴ്നാട് മാത്രമായിരിക്കും. BJP സംബന്ധിച്ച് അത് മധ്യപ്രദേശിൽ അത്ര ക്ലീൻ സ്വീപ്പ്. കേരളത്തിൽ സമ്പൂർണ്ണ വിജയമല്ല, ഒരു സീറ്റ് BJP ഉണ്ട്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ സമ്പൂർണ്ണ വിജയം എന്ന് തമിഴ്നാട് ആ ഒരു ഇത്. പക്ഷേ അവിടെ നമ്മൾ BJP 5 സീറ്റിൽ ജയിക്കുമെന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ ആദ്യഘട്ടത്തിൽ കേട്ടിരുന്നു. അവരുടെ അണ്ണാമലയുടെ വലിയ പ്രകടനമൊക്കെ നടത്തിയത്. പക്ഷേ അണ്ണാമല ഒരു ഫൈറ്റ് വന്നത് ധർമ്മപുരിയിൽ മാത്രമാണ്, PMK മാത്രമാണ്. കുറച്ചു നേരമെങ്കിലും അവർക്ക് ലീഡ് നിലയിൽ മാറി മറിഞ്ഞത് അവരുടെ ആ സമുദായ സമാഖ്യത്തിന്റെ ധർമ്മപുരിയിൽ അവർ ജയിച്ചേക്കുമെന്നുള്ള ഒരു സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ കുറെ ഘട്ടത്തിൽ അവർ ലീഡ് ചെയ്തിരുന്നു. പക്ഷേ അവിടെ നിന്ന് PMK സ്ഥാനാർത്ഥിയും ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത, പണ്ട് മുതലേ ദ്രാവിഡ രാഷ്ട്രീയം ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സിനെതിരായ ഒരു ഈ തമിഴ്നാട്ടിൽ വലിയ ആചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ ഉള്ളപ്പോഴും അവർ ഈ പെരിയോറയൊക്കെ വിശ്വസിക്കുക ഇപ്പോഴും ആരാധനയോടുകൂടി കാണുകയും ചെയ്യുന്ന അതിന്റെ ഒരു പിന്മുറക്കാർ കൂടിയാണല്ലോ. അവർക്ക് എപ്പോഴും ഒരു ദ്രാവിഡ രാഷ്ട്രീയം, ഒന്നുകിൽ DMK അല്ലെങ്കിൽ ADMK അല്ലെങ്കിൽ മറ്റൊരു ദ്രാവിഡ കക്ഷി വരണം. ഇത് ഒരു ദ്രാവിഡ കക്ഷി ADMK വല്ലാതെ ഇല്ലാതായി പോയപ്പോൾ ആ സ്ഥാനത്തേക്ക് BJP കടന്നു കയറാമെന്നൊരു വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ അത് അങ്ങ് പെട്ടെന്ന് തമിഴ്നാട്ടുകാർ. പക്ഷേ ഇതിൽ വേറൊരു കാര്യം ഇനി വളരെ ശ്രദ്ധിക്കേണ്ടത് DMK ആണ്. കാരണം DMK-യെ സംബന്ധിച്ചിടത്തോളം ഇത് ADMK ആണ്. കാരണം ADMK-യെ സംബന്ധിച്ചിടത്തോളം അവർ ദ്രാവിഡ രാഷ്ട്രീയം മാത്രം പറയുന്ന ആളുകളാണ്. തമിഴ്നാട്ടിൽ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റിൽ സീറ്റില്ലാത്ത അവസ്ഥ വന്നിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവരിനി ഒരു റീതിങ്കിങ്, അവർക്ക് പലതായി പിരിഞ്ഞു, പല നേതാക്കളായി, അങ്ങനെ ഒരു തലപ്പൊക്കമുള്ള തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിന് എപ്പോഴും പ്രത്യേകത തലപ്പൊക്കമുള്ള ഒരു നേതാവ് എപ്പോഴും ഉണ്ടായിരിക്കുന്നുണ്ട്. ജയലളിത എന്നൊരു നേതാവ് മാറിക്കഴിഞ്ഞ് അവർക്ക് അങ്ങനെ ഒരു നേതാവല്ല. ഇപ്പുറത്ത് കരുണാനിധി മാറിക്കഴിഞ്ഞാൽ സ്റ്റാലിനെ പോലെ ഒരു നേതാവുണ്ട്. സ്റ്റാലിൻ പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റു നേതാക്കളിൽ വ്യത്യസ്തമായി ഇപ്പോൾ തന്നെ സ്റ്റാലിന് കരുണാനിധി മരിക്കേണ്ടി വന്നു നേതൃസ്ഥാനം കിട്ടാൻ, കരുണാനിധിയെ പോലെ നേതൃത്വം. പക്ഷെ സ്റ്റാലിൻ അങ്ങനെയല്ല. ഇപ്പോൾ തന്നെ ഉദയനിധി മുൻനിർത്തി കൊണ്ടുവന്ന ആ ഒരു സ്റ്റാലിന് ഞാനില്ലെങ്കിൽ ഉണ്ട്, ഉദയനിധി ഉണ്ട് എന്ന രീതിയിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ജയലളിതയ്ക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് അവർക്ക് ആ ഒരു ഭാവിയിൽ ആളെ ഏർപ്പെടുത്താൻ കഴിഞ്ഞില്ല.